നമ്മൾ നിൽക്കുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ എപ്പിസോഡ് 2 ആയിട്ടാണ്. നമ്മളിന്നൊരു ബേസ് പണിയുന്നതാണ്. ബേസും പിന്നെ ഒന്നുമില്ലെന്ന് തോന്നുന്നു. നമുക്കൊരു ബേസ് എന്തായാലും മസ്റ്റായിട്ട് പണിയണം. അടുത്ത എപ്പിസോഡ് നമ്മൾ പറഞ്ഞായിരുന്നു, ഒന്നാമത്തെ എപ്പിസോഡ് നമ്മൾ പറഞ്ഞായിരുന്നു ഇത് ബേസ് പണിയണ കാര്യം. അതുകൊണ്ട് നമുക്ക് ബേസ് പണിയാനുള്ള തടി എടുക്കണം. അപ്പോൾ തടിക്ക് നമ്മളിപ്പോൾ എവിടെ പോകും ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അങ്ങ് തടി ഉണ്ടോന്ന്. അവിടെ തടിയുണ്ട്. ഇവിടെ എന്തെങ്കിലും ഒരു സെറ്റ് ചെയ്യണം. ഒരു രണ്ടാമത്തെ വല്ല എപ്പിസോഡ് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് പോകുമ്പോൾ ഭയങ്കര പാടാ. നമുക്ക് അവിടെ നിന്ന് കുറച്ച് മരം എടുത്തുകൊണ്ട് വരാം. ഒരു സ്റ്റാക്ക് മതിയായിരിക്കും. ഒരു സ്റ്റാക്ക് എടുത്തുകൊണ്ട് വരാം. നമുക്ക് ആദ്യം ഒരു സ്റ്റാക്ക് മതി. ഇപ്പം കേവി വീണാൻ കുറച്ചങ്ങ് പോയാൽ മതി. അപ്പം കുറച്ച് പോട്ടെ. അതെ, എത്തി. വെട്ടിക്കൊണ്ടിരിക്കുക. ഞാനിത് 64 സ്റ്റാക്ക് ആക്കിയിട്ട് പറയാം കേട്ടോ ഗായ്സ്. അങ്ങനെ നമ്മൾ ഒരു സ്റ്റാക്ക് ആക്കിയിട്ടുണ്ട്. ഇതേ ഒരു സ്റ്റാക്ക് 17 വുഡും ആക്കിയിട്ടുണ്ട്. നമുക്ക് അത്ര മതിയായിരിക്കും. അത്രത്തിൻ്റെ ആവശ്യമുള്ളെന്ന് തോന്നുന്നു. നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാം. നമ്മളിന്നൊരു കിടിലം ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അധികം ഇതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. എന്തായാലും ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെ കളിക്കണ മൈൻക്രാഫ്റ്റ്. നിങ്ങളെ മസ്റ്റായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. വില്ലേജിൽ ചെല്ലുമ്പോൾ ഞാൻ പറയാം. നമ്മളങ്ങനെ വില്ലേജിൽ ചെന്നിട്ടുണ്ട്. നമുക്ക് നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കാം. നോക്കട്ടെ, നല്ലൊരു സ്ഥലം നോക്കട്ടെ കേട്ടോ. നമുക്ക് ഇവിടെ അപ്പുറത്തേക്ക് പണിയൊന്നുമില്ല. ഈ വില്ലേജിൻ്റെ അടുത്ത് വേണേൽ പണിയാം. അവിടെ ഒന്ന് പണിഞ്ഞാലൊന്നും ആലോചിക്കുന്നുണ്ട്. അപ്പുറത്തെ ആ സ്ഥലത്തേക്ക് നമുക്ക് അങ്ങോട്ടൊരു പാലം പോലെ സെറ്റ് ചെയ്യണം. അതൊന്ന് നോക്കട്ടെ കേട്ടോ. അവിടെ ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റുമൊന്നുമല്ല. നോക്കട്ടെ. ഇത് കണ്ടിട്ട് നല്ല സ്ഥലമാണെന്ന് തോന്നുന്നു. ഇവിടെ സെറ്റ് ചെയ്യാം. നമുക്കപ്പം ഇവിടെ സെറ്റ് ചെയ്യാം. ഞാൻ ഈ പുല്ലൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയാം. അപ്പം ഗായ്സ്, നമ്മളതേ ഇവിടെ ഇത്രയും ക്ലീൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നമുക്കിങ്ങനെ പൊട്ടിച്ച് കളയാം. കുറച്ച് ക്ലീൻ ചെയ്ത് നമുക്കപ്പം അതിന് നമ്മുടെ ഓഗ് കുറച്ചെടുക്കാം. എന്നിട്ട് നോക്കട്ടെ. നമുക്ക് ആദ്യം ഇവിടെ 1 2 3 4 5 എണ്ണം ഇവിടെ വെക്കാം. എന്നിട്ട് അതിൻ്റെ നേരെ ഇവിടെ ആയിട്ട് 5 എണ്ണം വെക്കുന്നു. 3 4 5 ഇവിടെ വെക്കാം. അടുത്തത് 1 2 3 4 5 അതിൻ്റെ നേരെ ആയിട്ട് നോക്കട്ടെ. 1 2 3 4 ഇത് ഇവിടെയാണെന്ന് തോന്നുന്നു. നമുക്കത് കണക്ട് ചെയ്യാം. അപ്പം ഞാൻ വീട് പണിഞ്ഞിട്ട് പണിയണം. നിങ്ങളെ വേണേൽ കാണിക്കണോ? നിങ്ങൾ കാണിക്കണേ കാണിക്കാം. അല്ലെ വീട് പണിഞ്ഞ് കഴിഞ്ഞ് കാണിച്ചാൽ മതിയാ. വീട് പണിഞ്ഞ് കഴിഞ്ഞ് കാണിച്ചാൽ പോരെ? അപ്പം നിങ്ങൾക്കൊരു ഇതായി അല്ലേ. അപ്പോൾ വീട് പണിഞ്ഞ് കഴിഞ്ഞ് കാണിക്കാം ഗായ്സ്. അപ്പോൾ ഗായ്സ്, നമ്മളിതേ വീട് പണിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എനിക്കറിയാവുന്ന പോലെയാണ് ഞാൻ പണിഞ്ഞത്. എനിക്കറിയാവുന്ന പോലെയൊക്കെ ഞാൻ പണിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഇതൊക്കെ വെച്ചോളാം. ടോർച്ചൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഈ സാധനങ്ങളൊക്കെ പൊട്ടിച്ച് നമ്മുടെ വീടിൻ്റെ അകത്ത് കൊണ്ടുവെക്കാം. എല്ലാ സാധനവും പൊട്ടിക്കട്ടെ. പിക്കാറ്റ്സ് പൊട്ടിപ്പോയി. അതുകൊണ്ടാണ് ഇതുകൊണ്ട് പൊട്ടിക്കണം. നമ്മൾ പെട്ടൊക്കെ കൊണ്ട് വെച്ചിട്ട് ഓക്കെ. നമുക്ക് എവിടെയായിട്ട് സെറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ പറയണേ. ഞാൻ സെറ്റ് ചെയ്യാം. നമുക്ക് ഈ ബെഡ് ഇവിടെ വെക്കാം. ഇത് ഇവിടെയും വെക്കാം.
ക്രാഫ്റ്റിംഗ് ടേബിൾ ഇപ്പുറത്തും വെക്കാം. ഇനി വല്ലതും ഉണ്ടോ? ചെസ്റ്റ് ഒരെണ്ണം കൂടെ ഉണ്ടാക്കാം. നിൽക്കേ, ചെസ്റ്റ് 2-3 കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ഈ ചെസ്റ്റ് പൊട്ടിച്ച് അപ്പുറത്ത് വെക്കാം. ഇത് 2 വലിയ ചെസ്റ്റാണ്. ഓക്കെ, ഇവിടെ വെക്കാം 2 ചെസ്റ്റ്. ഒക്കെ അപ്പോൾ 2 അപ്പം നമുക്ക് ഇത്ര ഉള്ളു കാര്യങ്ങൾ. നോക്കി എങ്ങനെയുണ്ട്. നമുക്ക് പുറത്തിറങ്ങണം കുറച്ച് പിക്കാറ്റ്സ് ഇതൊക്കെ നമുക്ക് ചെസ്റ്റിൽ കൊണ്ട് വെക്കാൻ കുറച്ച് സാധനങ്ങൾ വെക്കാനുണ്ട്. ഈ ചെസ്റ്റിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വെക്കാം. ആവശ്യമില്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്കൊരു ഫാം ഉണ്ടാക്കാം. എൻ്റെ കയ്യിൽ ഇത്ര സീഡ്സ് ഉണ്ട്, അതുകൊണ്ട് ഫാം ഉണ്ടാക്കണം. ഇല്ല, അത് സ്റ്റിക്ക് അടിക്കണം. നമുക്ക് സാധനം ഉണ്ടാക്കാണ്ട്. പിന്നെ കുക്കഡായ ഫുഡൊക്കെ വെച്ചേക്കാം. ഇതും ഇരിക്കട്ടെ, കുക്ക് ചെയ്യാനും ഉണ്ട്. ഈ സ്റ്റിക്കും വേണം. ഇതും ഷവല് ഈ പിക്കാറ്റ്സ് വേണ്ടിയിട്ട് ഇതിവിടെ വെച്ചേക്കാം. ഇതും ഇരിക്കട്ടെ, ഇതിൻ്റെ ആവശ്യമില്ല. ഇതും ഇരിക്കട്ടെ. ഓക്കെ, ഇപ്പം നമുക്ക് ഇത്ര മതി. ഇതൊന്ന് കുക്ക് ചെയ്ത് കിട്ടുന്നവരെ നമുക്ക് ഈ തടി ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ എത്ര തടിയുണ്ട്? 1 തടിയേ ഉള്ളു. നമുക്കിപ്പോൾ പിന്നെ ഉണ്ടാക്കാം. രാത്രിയായി ഉറങ്ങണ്ട, ഒന്ന് കുക്കായി കിട്ടട്ടെ. ഇത്ര ഫുഡ് വേണ്ട കേട്ടോ. ഫുഡ് നമ്മളെങ്ങാനും പോയി ചത്തു കഴിഞ്ഞാൽ ചാവുള്ളതാ. നമുക്ക് ഇത്ര ഫുഡിൻ്റെ ആവശ്യമില്ല. ഓക്കെ, നമ്മുടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് തടി വെട്ടണം. പിന്നെ ഒരു പിക്കാറ്റ്സ് ഉണ്ടാക്കണം. പിക്കാറ്റ്സ് ഉണ്ടാക്കട്ടെ. നമുക്ക് ഈ പിക്കാറ്റ്സ് ഉണ്ടാക്കാം. അല്ല, ആക്സ് ഉണ്ടാക്കണം. ആക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലും നമുക്കൊരു ഇതുണ്ടാക്കണം. ഞാൻ ഇത് വേണമെന്ന് സാലഡ് ഉണ്ടാക്കണം. നമുക്ക് കുതിരേനെ സാലഡ് കൊണ്ട് കെട്ടിയിടണം. ലീഡ് ഉണ്ടാക്കണം. ഇതിപ്പോൾ നമുക്ക് ചെസ്റ്റ് വെച്ചേക്കാം. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇതെടുക്കാം. ഇതെല്ലാം വെച്ചേക്കാം. ഇതും വെച്ചേക്കാം. ഈ അയൺ കൊണ്ട് നമുക്ക് വല്ലതും ഉണ്ടാക്കാൻ പറ്റും. നമുക്കൊരു ബക്കറ്റ് ഉണ്ടാക്കാനാണ്. ഒരു ബക്കറ്റ് ഉണ്ടാക്കാം. ബക്കറ്റ് ഉണ്ടാക്കി, ബക്കറ്റ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കട്ടെ. ഷവല് ഇരിക്കട്ടെ. ഇതും ഇരിക്കട്ടെ. ആക്സ് കൈ വരണം. ആക്സ് ഇരിക്കട്ടെ. കുറച്ച് ബ്ലോക്ക് കൈ വരണം. ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് ഉറങ്ങാം. പുറത്ത് സോംബി ഉണ്ടെന്ന് തോന്നുന്നു. കീപ്പർ വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. ഓടാ, നേരെ ഓടാം. സോംബി ഉണ്ട്. നമ്മൾ ചത്ത്. ജസ്റ്റ് മിസ്. നമ്മൾ ഷീൽഡ് ഇല്ലായിരുന്നു. നമ്മൾ ഷീൽഡ് ഉണ്ടാക്കിയില്ലായിരുന്നു. ഷീൽഡാണ് നമുക്ക് വേണ്ട സാധനം. ഷീൽഡ് ഉണ്ടാക്കാം. അയൺ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ഷീൽഡ് ഉണ്ടാക്കട്ടെ. ഷീൽഡ് ഞാൻ അയൺ കിട്ടിയിട്ട് ഉണ്ടാക്കിയില്ലെന്ന് പറഞ്ഞു. അയൺ എന്തേ? നമ്മളാ ബക്കറ്റ് ഉണ്ടാക്കിയോണ്ട് അയൺ പോയി. അയൺ തീർന്നു. ഇനി എന്നെയാണ്? അയങ്കോളോ ഇല്ല. അയങ്കോളത്തിനൊക്കെ ഒന്ന് ആകെ കിട്ടിയ ഇതെടുത്തത്. ഇനി എന്നെയാണ്? എന്നായൊന്ന് ഞാൻ ആലോചിക്കണം. അടുത്ത എപ്പിസോഡ് നമുക്ക് ഷീൽഡൊക്കെ ഉണ്ടാക്കാം. അടുത്ത എപ്പിസോഡ് നമുക്ക് ഒരു ഫാം പണിയാനുണ്ട്. അതും പണിയണം. അപ്പം നമ്മുടെ എപ്പിസോഡ് ഇത്രയൊക്കെ ഉള്ളു. ടാറ്റ, ബൈ.